വിരാട രാജധാനിയിലേക്ക് ദ്രൗപദി എത്തുന്നു. വേഷപ്രച്ഛന്നയായി രാജവീഥിയിലൂടെ ദ്രൗപദി നടന്നു വന്നപ്പോൾ എല്ലാവരും ദ്രൗപദിയെ ശ്രദ്ധിച്ചു. ആ സമയത്ത് വിരാട രാജാവിൻ്റെ പത്നി സുദേഷ്ണ മാളിക മുകളിൽ നിന്ന് ദ്രൗപദിയെ കാണുന്നുണ്ടായിരുന്നു. സുദേഷ്ണ അന്തഃപുരത്തിലേക്ക് ദ്രൗപദിയെ വിളിപ്പിക്കുന്നു. വിശേഷങ്ങൾ ചോദിക്കുന്നു. ദ്രൗപദി വിനയത്തോടെ മറുപടി പറഞ്ഞു, ഞാൻ ജോലി അന്വേഷിച്ചു നടക്കുന്ന മാലിനി എന്നു പേരായ സൈരന്ധ്രിയാണ്. പണ്ട് ദ്വാരകയിൽ സത്യഭാമാദേവിയുടെ അടുത്തും അതിനുശേഷം പാണ്ഡവപത്നിയായ ദ്രൗപദിയുടെ അടുത്തുമെല്ലാം ഞാൻ ജോലി നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ജോലിയൊന്നുമില്ലാതെ അലയുകയാണ്. നല്ല ആഹാരവും വസ്ത്രവുമൊക്കെ കിട്ടുകയാണെങ്കിൽ എവിടെയും ജോലി ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. തലമുടി മനോഹരമായി മെടയുവാനും പൂമാലകൾ കെട്ടിയുണ്ടാക്കുവാനും എനിക്ക് നല്ല പരിചയമുണ്ട്. ഇവിടെ രാജ്ഞിയുടെ ഒപ്പം താമസിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വേഷപ്രച്ഛന്നയായ ദ്രൗപദി വിരാട രാജാവിൻ്റെ പത്നിയോട് ഇപ്രകാരം പറഞ്ഞു. പക്ഷെ ദ്രൗപദിയുടെ സൗന്ദര്യം കണ്ടപ്പോൾ വിരാട രാജാവിൻ്റെ പത്നി മറ്റു പലതുമാണ് ചിന്തിച്ചത്.